ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഐഡിയയെക്കുറിച്ചാണ്. ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റുകൾ വരുന്ന സിറ്റുവേഷനിലാണ്. കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതൊരു ബാലൻസ്ഡ് തോട്ടാണ്. ഓക്കെ, ഡിഫറെൻറ്റ് തോട്ട്സിനെ വെച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് ഒരു തോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള തോട്ടാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സിറ്റുവേഷനിൽ ഒരേ കാര്യത്തിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ ക്ലെയിം വരുമ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അയോധ്യ പ്ലേസിന് വേണ്ടിയിട്ട് വൺ റിലീജിയൻ ആൻഡ് അനദർ റിലീജിയൻ അവിടെ ക്ലെയിം വരണം. എന്നാൽ നമുക്ക് എങ്ങനെ പോയാലും ആ ഒരു പ്ലേസ് ഒരാൾക്കല്ലേ കൊടുക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ഒരേ ഒരു ഇതിന് വേണ്ടിയിട്ട് രണ്ട് കോൺഫ്ലിക്റ്റുകൾ നടക്കുകയാണ്, അല്ലെങ്കിൽ രണ്ട് വിഭാഗം കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരേ കോൺഫ്ലിക്റ്റ് പറയുമ്പോൾ തന്നെ സെയിം കണ്ടൻറ്റിന് വേണ്ടി രണ്ട് വിഭാഗത്തിൽ നിന്ന് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് എങ്ങനെ അത് റിസോൾവ് ചെയ്യാം എന്ന രീതിയിൽ ഉള്ളൊരു തോട്ടാണ് ഹാർമോണിയസ് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഹാർമോണിക് കൺസ്ട്രക്ഷൻ. ഇതിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു തോട്ടിൽ കൂടിയാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഇൻ ദ റിലേഷൻഷിപ്പ്. ഓക്കെ, ഞാൻ റിലേഷൻഷിപ്പിൽ അത് വളരെ യൂസ്ഫുൾ ആയി. കാരണം ലോട്ട് ഓഫ് കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും റിലേഷൻഷിപ്പിൽ സംഭവിക്കും, ബട്ട് യു ഹാവ് ടു യൂസ് ഇറ്റ്. ഓക്കെ, ഇതിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, ഈ ഒരു നമുക്കിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാമെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് തരം റൈറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പിന്നെ മറ്റൊരു റൈറ്റ്സ് പറയുന്നത് നമ്മുടെ DPSP, അതായത് ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മുടെ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും ആൻഡ് DPSPയിൽ നമ്മുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സും ഉണ്ട്. ഇത് തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞാൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോൾ ഇനാക്ട് ചെയ്തോ ആ സിറ്റുവേഷൻ മുതൽ ആക്റ്റീവാണ്. അതായത് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ സിറ്റിസനെ ക്ലെയിമബിൾ ഫ്രം ദാറ്റ് മൊമെൻറ്റ്. ഓക്കെ, ആ മൊമെൻറ്റിൽ നിന്ന് തന്നെ ക്ലെയിമബിളാണ്. അത് ഡിനൈ ചെയ്യപ്പെട്ടതിന് ഓട്ടോമാറ്റിക്കലി ആ ഒരു പേഴ്സണ് കോർട്ടിലേക്ക് പോയിട്ട് അത് ക്ലെയിം ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഈ റൈറ്റ് ഡിനൈ ചെയ്യപ്പെട്ടു എന്ന് പറയാം. പക്ഷേ നമ്മുടെ DPSPയിലേക്ക് വരുമ്പോൾ ആ റൈറ്റ്സ് കണ്ടീഷണലാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഫുള്ളി ഇതല്ല. DPSP ഈസ് ദ ഗവൺമെൻറ്റ്സിനുള്ള ഇൻസ്ട്രക്ഷനാണ്. അതായത് നിങ്ങളുടെ ജനങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കണം. ഓക്കെ, സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ആണ് DPSPയിലുള്ളത്. രണ്ടും റൈറ്റ്സ് ആണ്. അതായത് ഫസ്റ്റുള്ളത് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സുമാണ്, രണ്ടാമത്തേൽ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ റൈറ്റ്സ് ആണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സോഷ്യൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ എക്കണോമിക് സ്റ്റേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ്റിനെ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കണം, അത് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. അതിൽ വരുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് എ മാൻഡേറ്ററി തിങ് അല്ല, അതൊരു ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, അതിൻ്റെ ഗവർണൻസിൽ ഇതൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അതായത് എപ്പോഴാണ് നമുക്ക് പോസിബിൾ ആകുക, അതായത് ഒരു ഗവൺമെൻറ്റിന് ഇത് ചെയ്യാനുള്ള പോസിബിലിറ്റി വരുമ്പോൾ നിങ്ങളിത് ചെയ്തു കൊടുക്കണം എന്നൊരു ഇൻസ്ട്രക്ഷനാണ്. അത് മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് തന്നെ DPSPയിൽ പറയുന്ന ഒരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആർക്കും സ്യൂ ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എഗെയിൻസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേസ് ചെയ്യാം, ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് കേസ് പോകാം. ഈവൻ ഈ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് കേസ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മുടെ കേസ് പോകാൻ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിരിക്കും. അതായത് അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഗവൺമെൻറ് ആയിരിക്കും. അതായത് ഇപ്പോൾ പോലീസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കും, അതർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എൻ്റെ റൈറ്റ്സ് ഡിനൈ ചെയ്യപ്പെട്ടുകൊണ്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതിൽ ഒന്ന് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള റൈറ്റ്സും മറ്റൊന്ന് നോൺ ജസ്റ്റിഫയബിൾ ആണ്. അതായത് ഒന്ന് നമുക്ക് ഡിനൈ ചെയ്യപ്പെട്ട് തന്നെ നമുക്ക് കോർട്ടിൽ പോകാം, മറ്റൊന്ന് നമുക്ക് ഡിനൈ ചെയ്യപ്പെട്ട് തന്നെ കോർട്ടിൽ പോകാനൊന്നും പറ്റില്ല. ഓക്കെ, അങ്ങനെ റൈറ്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ കാലങ്ങളിൽ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട് ചെയ്തുള്ള ആദ്യ കാലങ്ങളിൽ ഒരുപാട് ഇപ്പോൾ ഗവൺമെൻറ്റിനോടുള്ള ഇൻസ്ട്രക്ഷനാണ് DPSPയിൽ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓരോ പ്ലാനുകളിലൂടെ, ഒരു പോളിസിയിലൂടെ ഓരോന്ന് ചെയ്യാൻ, ഓരോ നിയമങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ DPSPയിൽ ഇന്നത് ചെയ്യണം പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ കുറേ പോളിസീസ് ഉണ്ടാക്കും. അതുണ്ടാക്കി വരുമ്പോഴായിരിക്കും അപ്പുറത്തു നിന്നുള്ള ആൾക്കാർ വരിക, അതായത് ഈ ലോ അല്ലെങ്കിൽ ഈ പോളിസി എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എഗെയിൻസ്റ്റ് വരുന്നു. ഓക്കെ, അത് ഈ നിയമം എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അബ്രിഡ്ജ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് കേസ് പോകും. ഓക്കെ, ആ കേസ് കോർട്ടിൽ പോകുന്ന സമയത്ത് ഗവൺമെൻറ് ഫസ്റ്റ് സ്റ്റേജുകളിൽ സുപ്രീം കോടതി എടുത്തുള്ള ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എപ്പോഴും നമ്മുടെ DPSPനേക്കാൾ മേലെയായിരിക്കും. ഓക്കെ, വെനെവർ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP എപ്പോഴും പ്രിവെയിൽ ചെയ്യുക ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരിക്കും എന്ന രീതിയിലാണ് ഫസ്റ്റ് വന്ന ഒരുപാട് കേസുകളിൽ സുപ്രീം കോടതി എടുത്ത സ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണോ DPSPയിൽ കൂടെ ചെയ്യുന്ന സമയത്ത് അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് അഗേൻസ്റ്റ് വന്നാൽ കേസ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി DPSP പ്രകാരം ചെയ്ത കാര്യം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യപ്പെടും. അങ്ങനെ ആ ഒരു ആക്ഷൻ, ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ ഇൻവാലിഡ് ആക്കി മാറ്റുകയും ചെയ്യും.
പിന്നെ ലേറ്റർ ഓൺ ഓവർ ടൈം പോകുന്തോറും പിന്നീട് ഇങ്ങനെ കേസ് വന്നപ്പോഴാണ് സുപ്രീം കോടതി കുറച്ചുകൂടെ ബെറ്ററായി ചിന്തിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോഴാണ് പറഞ്ഞത് സംഭവം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിഫയബിൾ ആണ്. നമുക്ക് കോർട്ടിൽ പോവാം, ക്ലെയിം ചെയ്യാം. ഓക്കെ, അത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അലോ ചെയ്ത് തന്നിട്ടുള്ള ഒരു റൈറ്റ്സ് ആണ്. പക്ഷേ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് ഒരു കേസിൽ വരുന്ന സമയത്ത് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റിൽ പറയുന്നതാണ്, അതായത് ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കാനില്ല, അയാളുടെ കയ്യിൽ അയാളുടെ കയ്യിൽ 5 പൈസ ഇല്ല, ഓക്കെ, കാശില്ല, അയാൾക്ക് സോഷ്യൽ ലൈഫില്ല, ആ വ്യക്തിക്ക് നിങ്ങൾ ലീഗൽ റൈറ്റ് ആ വ്യക്തിക്ക് ഈക്വാലിറ്റി കൊടുത്തിട്ട് എന്താ ഇപ്പോൾ അയാൾക്ക് കിട്ടാനുള്ളത്? ഓക്കെ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താ പറയുക, ലൈഫ് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, ആ വ്യക്തിക്ക് ഈക്വാലിറ്റി കിട്ടിയിട്ട് ഒരു കാര്യമില്ല, ആ വ്യക്തിക്ക് മറ്റേ ലീഗൽ റൈറ്റ്സ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ, അയാളുടെ കയ്യിൽ കാശില്ല, കാശില്ല, സോഷ്യൽ ലൈഫില്ല, ഇതൊന്നും ഇല്ലാത്ത വ്യക്തി ഇത് കൊടുത്തിട്ട് എന്താ കാര്യം? ഈ ഒരു ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന് തന്നെ വാല്യൂ ഉണ്ടാവണം എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ആക്റ്റീവായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് ഈ റൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നതിന് ഒരു അർത്ഥമുള്ളൂ. ഓക്കെ, അതായത് ലീഗൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സും കൊടുക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാകുന്നത് തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ എക്കണോമിക് റൈറ്റ്സും സോഷ്യൽ റൈറ്റും ഉള്ള സമയത്താണ്. ആ 2 റൈറ്റും ഇല്ലാത്ത സിറ്റുവേഷനിൽ ആ വ്യക്തി നമ്മൾ ലീഗൽ റൈറ്റും പൊളിറ്റിക്കൽ റൈറ്റ്സും കൊടുത്തിട്ട് ഒരു ഗുണവുമില്ല. അത് ഒരു ഗുണമില്ലാത്ത റൈറ്റ്സ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന പോലെയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ അവർ വേരിയേഷൻ വരുത്തുന്നത്. അവർ പറയുന്നത്, അപ്പോൾ ഈവൻ ദോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് കോർട്ടിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്, ഇപ്പോൾ DPSP നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എൻഡ് എഫക്റ്റിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് ആ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് നമ്മൾ 1951 തന്നെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. എല്ലാവരും തുല്യരാണ്, അൺടച്ചബിലിറ്റി കാണിക്കരുത്, എല്ലാവർക്കും അത് ഓരോ കാര്യങ്ങൾക്കുള്ള ഫ്രീഡം ഉണ്ട്, ഇതൊക്കെ 1951 കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യ ഇനി അച്ചീവ് ചെയ്യാനിരിക്കുന്നത് ഏതാ? ഇന്ത്യ ഇനി അച്ചീവ് ചെയ്യേണ്ടത് സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ആണ്. അതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. മറ്റേ നമ്മൾ ആൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അച്ചീവ് ചെയ്യാനുള്ളത് സോഷ്യൽ ആൻഡ് എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വരുന്നത് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യേണ്ടത് സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ DPSPയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് DPSPനെ ഒരിക്കലും നള്ളിഫൈ ചെയ്യാൻ പറ്റില്ല, അതായത് 0 എഫക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഈ ഈക്വാളിറ്റി പോലത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഈ സോഷ്യൽ ലൈഫും അല്ലെങ്കിൽ എക്കണോമിക്കൽ റൈറ്റ്സും അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് കൊടുക്കുന്നതിന് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് മറ്റൊന്നിനെ ഇത് നള്ളിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നത്. ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. നമുക്കൊരിക്കലും DPSPനെ നള്ളിഫൈ ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഫുള്ളാക്കി വെച്ചിട്ട് ഒരിക്കലും ഒരു സ്റ്റാൻഡ് എടുക്കരുത്. ഇത് യു ഹാവ് ടു ബാലൻസ് ബിറ്റ്വീൻ ബോത്ത്. അതായത് ഈവൻ ദോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് നമുക്ക് ക്ലെയിമബിൾ ആണ്, ജസ്റ്റിഫിയബിൾ അങ്ങനെയാണെങ്കിൽ പോലും, DPSP അല്ലെങ്കിൽ പോലും ഏതൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് യു ഹാവ് ടു ബാലൻസ് ഇറ്റ്. ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യണം. അതായത് ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്. ഒന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ്സും മറ്റൊന്ന് DPSP കോൺഫ്ലിക്റ്റ്. ഇതിലൊന്ന് കുറച്ച് സ്ട്രോങ്ങറോ ഒന്ന് കുറച്ച് വീക്കറോ ആണ് എന്ന് വെച്ചിട്ട് ഇതിനെ ഡോമിനേറ്റ് ചെയ്യരുത്. ഓക്കെ, ഇറ്റ് ഹാവ് ടു ബി ബാലൻസ്ഡ്. അതായത് ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് എടുക്കണം. ഒരിക്കലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് DPSPയെ ഡോമിനേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കരുത്. മേ ബി ഇപ്പോൾ നമ്മൾക്കൊരു 100 റുപ്പീസാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 60 റുപ്പീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും ഒരു 40 റുപ്പീസ് DPSPയിലേക്കും കൊടുക്കാം. ബാലൻസിങ് അല്ലെങ്കിൽ ഒരു 55 ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്കും 40 DPSPയിലേക്കും കൊടുത്ത് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷനായിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. ഒരിക്കലും 100 ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്കും DPSP 0 എന്ന ലെവലിലേക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം DPSP നമുക്ക് ജസ്റ്റിഫയബിൾ അല്ല, കോർട്ടിൽ ക്ലെയിം ഇല്ല, അത് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഇല്ല എന്നൊരു കാരണം കൊണ്ട് മാത്രം അതിനെ നള്ളിഫൈ ചെയ്യാൻ പറ്റില്ല, 0 ആക്കാൻ പറ്റില്ല. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റൈറ്റ്, അതായത് നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കൊടുക്കുന്നതിനുള്ള അർത്ഥം ഇല്ലാതാകുകയാണ്. ഓക്കെ, എന്നാൽ നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കൊടുക്കുന്നത് തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് റൈറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ നള്ളിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിന് ഇമ്പാക്റ്റ് ഇല്ലാതെ വരണം. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങൾ തമ്മിൽ വന്നിട്ട് ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് 2 കാര്യങ്ങളെയും കൺസിഡർ ചെയ്തിട്ട് ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ പറഞ്ഞത്. അത് ഹാർമോണി പറഞ്ഞാൽ 2 കാര്യങ്ങളെ ഹാർമോണി ആയിട്ട് കീപ്പ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് അവോയ്ഡിങ് വൺ തിങ് ആൻഡ് കീപ്പിംഗ് വൺ തിങ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു കാലത്തും ജസ്റ്റിസ് വരില്ല. ഓക്കെ, ജസ്റ്റിസ് എന്നൊരു കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഫെയർ ആയിരിക്കണം. ഫെയർ എന്ന് പറയുമ്പോൾ കൺസിഡറേഷൻ വരണം, 2 കാര്യങ്ങളെയും കൺസിഡറേഷൻ ചെയ്യണം. ആ സിറ്റുവേഷനിൽ ഫെയർനെസ് വരുള്ളൂ. ഫെയർനെസ് വരുമ്പോഴേ ജസ്റ്റിസ് വരുള്ളൂ. ജസ്റ്റിസ് എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ലൈഫ് വരുള്ളൂ. ഓക്കെ, ഒരു കാര്യത്തിൽ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഇല്ലാതെയാവും. ഓക്കെ, ലൈഫ് വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ബാലൻസ്. ഓക്കെ, അതാണ് ജസ്റ്റിസ്. ബാലൻസ് ചെയ്യുന്ന തോട്ട്സാണ് എപ്പോഴും ജസ്റ്റിസ് ആയി വരിക. ഓക്കെ,
ഫോർ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമുക്ക് അയോധ്യ കേസ് പറയുന്നുണ്ട്. അയോധ്യ കേസിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് വിധി പറയണത്. ഓക്കെ, ഒരുപാട് കാലത്തെ ഫൈറ്റിന് ശേഷം വിധി പറയണം. ആ വിധി പറയുന്ന സമയത്ത് എല്ലാവരും, ഈവൻ മീഡിയാസ്, പീപ്പിൾസ് എല്ലാവരും നോക്കണം ഈ പ്ലേസ് ആരിൻ്റെ കയ്യിലേക്ക് പോകുന്നുള്ള ഒരു തോണ്ടാണ്. അത് ഈ പ്ലേസ് ഹൂ ഗോയിങ് ടു, ആരിൻ്റെ കയ്യിലേക്ക് പോകും, ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആരിലേക്ക് പോകുന്നുള്ള. അപ്പോൾ സുപ്രീം കോർട്ട് കൊടുത്ത ഒരു ജഡ്ജ്മെൻറ്റിൽ അവർ പറയാം, ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഇവിടെ ആര് കളി ജയിച്ചു ആര് കളി തോറ്റു എന്ന് പറയാൻ വേണ്ടിയല്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ജസ്റ്റിസ്, അതായത് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്. എന്താണോ നീതി അത് ഞങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് ഇയാൾ ജയിച്ചു അയാൾ തോറ്റു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നീതി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെയും കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് വിജയിക്കുന്ന വ്യക്തിയില്ല, തോൽക്കുന്ന വ്യക്തികളില്ല, ഞങ്ങൾക്ക് രണ്ട് വ്യക്തികളെയും അനിവാര്യമാണ്. ഓക്കെ, നീതി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ്. അങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ് സുപ്രീം കോർട്ട് അന്ന് കൊടുത്തത്. സുപ്രീം കോർട്ട് ഒരിക്കലും ഇന്ന ആൾക്കാണ് വിജയം, നിങ്ങൾ തോറ്റു എന്ന രീതിയിൽ പറയില്ല. ദേ ബാലൻസ് ദ ഡിസിഷൻ. അതായത് രണ്ട് വ്യക്തിക്കും ഒരു തരത്തിലുള്ള ഒരു കുറച്ച് ഫേവറബിളും ഡിസേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അവർ കൊടുക്കുക. ദേ ഗിവൺ സം പ്ലേസ് ടു, ഇവർക്ക് മറ്റവർക്കും ഒരു പ്ലേസ് എന്ന രീതിയിൽ ബാലൻസ് ചെയ്തു. അതായത് മോസ്റ്റ് ഫേവറിങ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്തു, എന്നാൽ മറ്റവരും നള്ളിഫൈ ചെയ്ത് പൂജ്യമാക്കി കീപ്പുകയും ചെയ്തില്ല. ഇതാണ് സുപ്രീം കോർട്ട് അന്നെടുത്ത ജഡ്ജ്മെൻറ്റ്. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് യു ടു അനദർ കോൺഫ്ലിക്റ്റ്, അല്ലേ, അടുത്തൊരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ദേ കീപ്പ് ഇറ്റ് ബാലൻസ്. ഇഫ് യു വാണ്ട് ടു എൻഡ് എ കോൺഫ്ലിക്റ്റ് യു ഷുഡ് ലേൺ ടു ബാലൻസ് ദ തോട്ട്, അല്ലേ. നമുക്ക് രണ്ട് കാര്യങ്ങളുടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ആ ഒരു കോൺഫ്ലിക്റ്റിൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റില്ല. യു ഹാവ് ടു തിങ്ക്, അതായത് യു ഹാവ് ടു ടേക്ക് സം സ്റ്റെപ്പ് ബാക്ക്വേർഡ്. ഒരു ഹ്യൂമൻ എപ്പോഴും ഇപ്പോൾ ഒരു 100 പോയിൻ്റ് ഉണ്ടെങ്കിൽ 100 മൊത്തം എനിക്ക് വേണം എന്നൊരു തോട്ടിലാണ് നിൽക്കുക. ഓക്കെ, അങ്ങനെ പോയിന്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം യു ഹാവ് ടു ഏബിൾ ടു ഓപ്പോസിറ്റ് പേഴ്സൻ്റെ ഇതെന്താണ്, ഓക്കെ, അത് നോക്കണം. എൻ്റെ ക്ലെയിം എന്താണ്, രണ്ട് വ്യക്തികളുടെ ക്ലെയിമുകളുണ്ടാകും. ഈ രണ്ട് വ്യക്തികളുടെ ക്ലെയിമും ബാലൻസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ അവിടെ വരുമ്പോഴാണ് അതിനൊരു എൻഡ് വരിക. അല്ലാത്തതും പോലെ ആ കോൺഫ്ലിക്റ്റ് അവിടെ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ പാണ്ഡവർക്ക് ആ ഒരു പ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയേറ്ററായിട്ട് പോകുന്നത് കൃഷ്ണനാണ്. ഓക്കെ, കൃഷ്ണൻ നമ്മുടെ കൗരവറിൻ്റെ അവിടെ മീഡിയേറ്ററായിട്ട് പോവാണ്. അവർക്ക് ആ ഒരു സെർട്ടൻ കൈൻഡ് ഓഫ് പ്ലേസ് അവർക്ക് കൊടുക്കണം, ആ ഒരു സ്പേസ് കൊടുക്കണം പറഞ്ഞിട്ട്. ഓക്കെ, കൃഷ്ണൻ മീഡിയേറ്ററായിട്ട് അവിടെ ഇവരെ കാണാൻ പോകുന്ന സമയത്ത് ദുര്യോധനൻ കൊടുക്കുന്ന മറുപടി ഉണ്ട്. അതായത് കൃഷ്ണൻ പ്ലേസ് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാല് കുത്താൻ മണ്ണ് കൊടുക്കില്ല എന്ന രീതിയിലാണ് ദുര്യോധനൻ്റെ പോയിന്റ്. ഓക്കെ, അല്ലെങ്കിൽ ദുര്യോധനൻ്റെ അടുത്ത സ്റ്റാൻഡ് അങ്ങനെയായിരുന്നു. അപ്പോഴാണ് കൃഷ്ണൻ ഇവർക്ക് യുദ്ധത്തിനുള്ള ഇത് കൊടുക്കണം, കേരി മേയ് മക്കളെ എന്ന ലെവലിൽ. അതായത് അപ്പോഴാണ് കൃഷ്ണൻ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ഓക്കെ വാർ എന്ന രീതിയിൽ. കൃഷ്ണൻ ഒരിക്കലും വാറിന് താല്പര്യമില്ല, പക്ഷേ കാല് കുത്താനുള്ള സ്പേസ് പോലും ഞാൻ തരില്ല എന്ന ലെവലിലായിരുന്നു ദുര്യോധനൻ്റെ സ്റ്റാൻഡ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ മഹാഭാരത യുദ്ധം സംഭവിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ദുര്യോധനൻ മറ്റേ ഡോക്ട്രിൻ ഓഫ് ഹാർമോണിക്സ് കൺസിഡർ ചെയ്ത് അവർക്കൊരു സ്പേസും കൂടി എന്ന രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ യുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം അവിടെ സംഭവിക്കില്ല. കാരണം ഇവിടെ വൺ സൈഡ് തോട്ടായിരുന്നു. അതായത് 100% എനിക്ക് വേണം, നിനക്ക് ഞങ്ങൾ ഒരു തേങ്ങയും തരില്ല എന്ന ലെവലിലാണ് സ്റ്റാൻഡ് എടുത്തത്. ഒരുപക്ഷെ അവിടെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു തോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കുരുക്ഷേത്ര യുദ്ധം സംഭവിച്ചിട്ടുണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഇഗ്നോർ ദ കോൺഫ്ലിക്റ്റ് യു ഷുഡ് ലേൺ ടു ബാലൻസ് ദ തോട്ട്. നമ്മുടെ തോട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കുന്ന കാര്യം എന്താണ്, ഓപ്പോസിറ്റ് പേഴ്സൺ ഫ്രണ്ടിലേക്ക് വെക്കുന്ന കാര്യങ്ങൾ എന്താണ് നോക്കിയിട്ട് ഇത് തമ്മിൽ ബാലൻസ് ചെയ്തിട്ടുള്ളൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ചെയ്തില്ല, അതിന് ബേസിക്കലി ഒരു ഹ്യൂമൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. എപ്പോഴും ഹ്യൂമനും നമ്മുടെ രീതിയിൽ നടക്കണം എന്നൊരു ഇതിൽ മാത്രമാണ്. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ദിസ് കോൺഫ്ലിക്റ്റ് വിൽ കണ്ടിന്യൂ ഫോർ ലോങ് ടൈം. ഓക്കെ, ഫോർ ലോങ് ടൈം ഇറ്റ് വിൽ നോട്ട് come to an end. You should learn to balance the തോട്ട്സ്. അതായത് ഒരു തോട്ടുണ്ട് മറ്റേ തോട്ടുണ്ട്, ഈ രണ്ട് തോട്ടും തമ്മിൽ നമ്മൾ എപ്പോൾ ബാലൻസ് ചെയ്യണോ അന്ന് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഫ്രണ്ടിൽ നിൽക്കും. അല്ലാത്തോളം കൂടെ ഈ കോൺഫ്ലിക്റ്റ് കണ്ടിന്യൂ ഉണ്ടായിരിക്കും. ഇതാണ് ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസിഡർ. രണ്ട് തോട്ടുകൾ തമ്മിൽ ഹാർമോണിയോടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലെത്തുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂവിലേക്ക് എത്തുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കത്തിലെത്തുക. ഇതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് പല വഴികൾ, മീഡിയേഷൻ ചെയ്യേണ്ടി വരും, നെഗോസിയേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, മീഡിയേഷൻ, നെഗോസിയേഷൻ എന്നുള്ളതൊക്കെ ഇത് നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള, കാരണം എൻ്റെ നീഡ് ഇതാണ്, എനിക്കിതാണ് വേണ്ടത് എന്ന രീതിയിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ മീഡിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു ടെക്നിക്കൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും മെജോറിറ്റി സിറ്റുവേഷനിലും പ്രോബ്ലം സൊല്യൂഷൻ നടക്കുന്നുണ്ടാവുക. ഈവൻ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂലെല്ലാം കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ദേ ട്രൈ ടു ഫൈൻഡ് ദ ബാലൻസ് ബിറ്റ്വീൻ 2 things. ഓക്കെ, അവർക്ക് ഒരിക്കലും ഒന്നിനെ ഇഗ്നോർ ചെയ്താൽ മറ്റത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അന്ന് ഇത് ഇഗ്നോർ ചെയ്ത് ഇതും കൺസിഡർ ചെയ്യണം. അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ അവിടെ അവരെടുക്കും. ദാറ്റ് ഗോയിങ് ടു ബി ദെയർ ഡിസിഷൻ.